ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? ഒരു മാതാപിതാക്കളും സന്തോഷത്തോടെ ജീവിക്കുന്നില്ല. പലരും തന്നെ ഒത്തിരിയേറെ ആളുകൾ വിളിക്കുന്നത് ജീവിത നൈരാശ്യം മാത്രമാണ്. സ്ത്രീകളാണ് അധികം വിളിക്കുന്നത്, പുരുഷന്മാർ വിളിക്കുന്നവർ വളരെ കുറവുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും. ഇപ്പോൾ പലരും ഭാര്യയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ വളർത്തി വലുതാക്കി അവരെ വിവാഹപ്രായമാകുന്നവരെ അവരെ വിദ്യാഭ്യാസമൊക്കെ കഴിയുന്നവരെ ഫുള്ളി അതിലാണ് ശ്രദ്ധ. അതുകൊണ്ട് ഭർത്താവിൻ്റെ സാമീപ്യമോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇതുകളൊന്നും നോക്കാനായിട്ട് അത് ഇല്ലെങ്കിലും അവർ സംതൃപ്തരാണ്. കാരണം മക്കളെ പഠിപ്പിക്കണം, മക്കൾ ജോലി ചെയ്യണം, മക്കളുടെ കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ. മക്കൾ പോയി കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും വീട്ടിലുണ്ടാവുമ്പോൾ എത്ര സമയം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് ചെലവഴിക്കുന്നുണ്ട്? ഇന്ന് എല്ലാവരും ആണുങ്ങൾക്ക് ഇന്ന് ലൈംഗിക ദാരിദ്ര്യമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബങ്ങളിൽ കാണുന്നത്. അതാണ് എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. ലൈംഗികത ശരിയായിട്ടുണ്ടെങ്കിൽ ഏത് വീട്ടിലെ ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം ക്ഷമിക്കും. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞിട്ടും എത്ര 15 മിനിറ്റോളം സെക്ഷൽ ഇത് നിലനിൽക്കുന്ന പറയണം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എങ്ങനെ അവളെ താല്പര്യപ്പെടുന്നു, അവളെ ഇഷ്ടപ്പെടുന്നു, അവളെ പരിഗണിക്കുന്നു, അവൾക്ക് അവളുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ച് കൊടുക്കണു, അപ്പോൾ മാത്രമേ അവൾക്ക് ഈ പ്രക്രിയയോട് താല്പര്യം ഉണ്ടാവുള്ളൂ. അവളെ അറിയാനോ അവളെ സ്നേഹിക്കാനോ അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനോ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ ഒരിക്കലും പണ്ടത്തെ ബൂർഷ്യ ഭർത്താക്കന്മാരായിട്ട് ഇന്നും ഇരിക്കുന്നത്. ഇന്നലെ ഞാൻ ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോൾ കുറച്ച് സ്ത്രീകൾ വന്നിട്ട് ഒരു 15 ആൾക്കാരെ പേഴ്സണലായിട്ട് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ വന്നവർ 6 ആളാണ് വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ റിട്ടയേർഡ് ഇതിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ പലരും വേദനയോട് പറഞ്ഞ സംഭവങ്ങളാണ് എനിക്ക് സ്പർശിച്ച് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ടീച്ചർക്ക് പുറത്തേക്ക് ഇങ്ങനെ പോയി പല തരത്തിലുള്ള ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് വീട്ടിൽ ഒതുങ്ങി കൂടി ആ പാത്രം കഴുകുകയോ പാത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ഭജന ഇരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അതിന് അവരനുവദിക്കണം. ഭർത്താവിന് പുറത്തേക്ക് പോയി ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ ഫേസ് ആൻഡ് ലീഡ് എന്ന് പറയാം. ആദ്യം അവർക്ക് താല്പര്യം കൊടുത്ത് അവർക്ക് എന്താണ് ഇഷ്ടമെന്ന് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടം കൂടി മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഏത് ജീവിതവും ഇതാവുള്ളൂ, ഏത് ജീവിതത്തിനും ഒരു സുഗമമായി പോകാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ എൻ്റെ മാത്രം കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടം മാത്രമാണ് അവൾ അനുസരിക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം മാത്രം എൻ്റെ ഭർത്താവ് അനുസരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ജീവിതം നരക തുല്യമാണ്. കുറച്ച് കാലം നമുക്ക് ജീവിക്കാനുള്ളൂ. ആ കുറച്ച് കാലം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്, വേറെ ആരുമല്ല. അപ്പോൾ റിട്ടയർ ആയിക്കഴിഞ്ഞ ടീച്ചേഴ്സിന് ഒരു ടീച്ചർ പറഞ്ഞ അനുഭവമാണ്. അവരുടെ ഭർത്താവ് അവർക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തുള്ളൊരു ചേച്ചി വന്നായിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു. പക്ഷെ അതിപ്പോൾ വരണില്ല. അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞു, നീ ഇനി എവിടെയും പോണ്ട, റിട്ടയർ ആയില്ലേ, ഇനിയും ബാഗ് തൂക്കിയിട്ട് എവിടെ പോണേ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, എനിക്ക് വേറെ ആ ടീച്ചർ അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടാവും, അപ്പോൾ എനിക്ക് അവിടെ പോയി ആ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കും, എനിക്ക് പങ്കെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ആയിട്ടൊന്ന് വർത്തമാനം പറഞ്ഞൊന്ന് മനസ്സ് തുറന്നു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭർത്താവിന് നിവൃത്തിയില്ലാണ്ട് വിട്ടുമെന്ന് പറഞ്ഞു. ആ സമയത്ത് വേറൊരു ചേച്ചി പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പലതരത്തിൽ അവർ അതിന് മീറ്റിങ്ങിൻ്റെ അധ്യക്ഷയായ ശാന്തമ്മ ചേച്ചി 85 വയസ്സായി.
അവരിതുപോലെ ഭർത്താവ് അങ്ങോട്ട് നീങ്ങാൻ പാടില്ല ഇങ്ങോട്ട് നീങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. മക്കൾ ജോലിയായി കഴിഞ്ഞപ്പോൾ ടീച്ചർ ആ ചേച്ചി വിചാരിച്ചു ഇനി അങ്ങനെ പോയാൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആ ചേച്ചി കുടുംബശ്രീയുടെ ആക്റ്റീവ് മെമ്പറായി ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു. അവർ പല സ്ഥലങ്ങളും അവർ പറയും ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല ഇതിൻ്റെ ഓരോ മീറ്റിങ്ങുകൾക്കും കാര്യങ്ങൾക്കും. അതിലിപ്പം ഞാൻ സംതൃപ്തിയാണ്. 85 വയസ്സായിട്ടും അവർ വളരെ ആക്റ്റീവാണ്. ആ സമയത്ത് ഇന്നിപ്പോൾ റിട്ടയർ ആയി ടീച്ചേഴ്സ് എവിടെയും പോകാൻ താല്പര്യമില്ലാണ്ടായി. ഏത് ജോലിക്കാരും വെറുതെ ഇരുന്ന് അത് ഇതും ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്ത് പിന്നെ ടി വിയിൽ ഒരു നേരം പോണ്ടേ. അപ്പോൾ എന്ത് കഴിഞ്ഞ് ടി വി വെച്ച് ഈ ടി വിയിലുള്ള കുഞ്ഞുപുറ്റും കുശുമ്പും കുന്നായ്മയും മാത്രം കണ്ട് അതിരിക്കുകയാണ്. ആണുങ്ങളാണെങ്കിൽ അവർക്ക് സെക്സ് ചെയ്യാൻ മാത്രം ബെഡ്റൂമിൽ പോകുമ്പോൾ പെണ്ണിനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അവൾ ചത്ത തടി പോലെ കിടക്കും, അവൾ തിരിഞ്ഞു കിടക്കും, അവൾ വേറെ റൂമിൽ പോയി കിടക്കും. കാരണം പകല് അന്ത്യോളം വരെ ആ മനുഷ്യൻ ചിലപ്പോൾ വീട്ടിലുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അയാൾ ടി വിയിൽ ഈ മൊബൈലിൽ നോക്കി എന്തൊക്കെ കണ്ട് മറ്റുള്ള പെണ്ണുങ്ങളെയൊക്കെ കണ്ട അയാൾക്ക് വികാരം വരുമെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ഇതൊക്കെ ചെയ്യണത്. കഷ്ടമുണ്ട്. നമ്മുടെ വീട്ടിൽ ആ പെണ്ണുങ്ങളെക്കാളും നല്ല സുന്ദരിയും സുമുഖയും സൗന്ദര്യം നമ്മുടെ ഇതിലല്ല മനസ്സിലാണ്. ഫേസ് കാണാൻ ചിലപ്പോൾ ഇത്തിരി ഭംഗിയൊക്കെ കുറവുണ്ടാവും. പക്ഷേ അവരുടെ മനസ്സ് കണ്ടറിയാനും അവരെ സ്നേഹിക്കാനും ആത്മാർത്ഥമായി സ്നേഹിക്കാനും നിങ്ങൾ പഠിക്കണം. ഇനിയുള്ള കാലെങ്കിലും നിങ്ങൾക്ക് മനസ്സന്തോഷത്തോടെ. അല്ലെങ്കിൽ പണ്ട് പോലത്തെ ആൾക്കാർ എല്ലാം നിങ്ങളുടെ എല്ലാം കേട്ട് നിങ്ങൾക്ക് വെച്ചൊരുക്കി തന്ന് നിങ്ങളുടെ എല്ലാം കേട്ട് കഴിഞ്ഞ കാലമൊക്കെ പോയി. ഇപ്പം എന്താണ് പെണ്ണുങ്ങൾ കാണില്ലേ, ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ പോയി, ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പേരുടെ കൂടെ പോയി. എത്ര പ്രായമായിട്ടുള്ള പെണ്ണുങ്ങളെ പോണേ. കാരണം എന്താ, നിങ്ങൾ കൊടുക്കാത്തത് അവർ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ഇത്രയൊക്കെ കാര്യമുള്ളൂ. അത് വേറെ കാര്യം. എന്നാലും അതുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അത് പോകാണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ഇതാണ് സ്വർഗം. ഈ നമ്മുടെ കുടുംബമാണ് സ്വർഗം. കുടുംബം ദേവാലയമാണ്. ആ കുടുംബത്തിൽ നമ്മൾ വസിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് പഠിക്കണം. എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താണ് ആഗ്രഹം? നിങ്ങൾ അവൾക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കണ്ടാവും, നിങ്ങൾ അവളെ ടൂർ കൊണ്ടുപോകണം, പക്ഷേ അവൾക്ക് ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അവളുടെ ആവശ്യം അനുസരിച്ച് അവളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? അതല്ലേ ഇന്നത്തെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുടെ കാരണം. പലരും സ്ത്രീകൾ പറയില്ല. ഞങ്ങളുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കണം, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടുവന്ന് തരണം, ഞങ്ങളോട് ചോദിക്കണം എന്നൊക്കെയാണ് പല പെണ്ണുങ്ങളും വിചാരിക്കുന്നത്. അതിയാനോട് പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങൾ അതിയാനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ടീച്ചറെ. എന്നെ തിരിഞ്ഞു നോക്കില്ല, എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകില്ല. നാണക്കേട്, അപമാനം. ഭാര്യനെ കൊണ്ടുപോകുന്നത് ഭാര്യ വിചാരിച്ച പോലെ സുന്ദരിയല്ല, അവളുടെ പല്ല് പോയി, അവളുടെ മുടി പോയി, അവൾ അതല്ല ഇതല്ല, ഒരു 100,000 കുറ്റങ്ങളാണ് ഭാര്യയ്ക്ക്. എന്നിട്ട് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്ന് പെണ്ണുങ്ങൾ അവിടെ എന്താ ഇവിടെ എന്താന്ന് നോക്കി ആസ്വദിച്ചിരിക്കും. നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെണ്ണുങ്ങൾ നിങ്ങളുടെ കൂടെ സഹകരിക്കും. ഒരു സ്പർശനത്തിലൂടെ ഒത്തിരി നേരം, ഒരു അരമണിക്കൂറെങ്കിലും സ്നേഹത്തോടെ അവളുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയാനും അല്ലെങ്കിൽ അവളോട് വിശേഷങ്ങൾ ചോദിക്കാനും പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയാൻ റിട്ടയറായ ആൾക്കാരാണ് പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നത്. ആണുങ്ങൾ നേരം വെളുത്ത ഷർട്ട് മാറി എവിടെ വേണമെങ്കിലും പോകാം, ഏത് കൂട്ടുകാരുടെ കൂടെ പോകാം, എന്ത് വർത്തമാനം പറയാൻ ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂലോകം കൊണ്ട് ഇടിഞ്ഞു വീഴും. ആ കാലമൊക്കെ പോയി. നിങ്ങളോട് ഒരു തരത്തിൽ സ്നേഹിക്കാൻ പറ്റാത്ത അത്ര വെറുപ്പോടുകൂടി കാണുന്ന പെണ്ണുങ്ങളാണ് അധികവും ഭർത്താക്കന്മാർ. കാരണം ഇതാണ്, അവരെ പരിഗണിക്കണില്ല. നിങ്ങൾക്ക് വെച്ച് തരാനും നിങ്ങൾക്ക് നിങ്ങളുടെ സെക്സ് ഫീലിങ്സ് മാറ്റിത്തരാനും മാത്രമാണോ ഒരു ഭാര്യയുള്ളത്? ചിന്തിക്കണം നമ്മൾ. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ ആ ചേച്ചി പറഞ്ഞൊരു മീറ്റിങ്ങിൽ ചോദിച്ചത്രേ, നിങ്ങൾ ആർക്ക് വേണ്ടി, നിങ്ങളുടെ ശരീരം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചു. അപ്പോൾ കുറേ പെണ്ണുങ്ങൾ പറഞ്ഞു എൻ്റെ ഭർത്താവ്. ആർക്ക് അവകാശം എന്ന് ചോദിച്ചു, ശരീരത്തിന് ആർക്ക് അവകാശം എന്ന് വെച്ചപ്പോൾ കുറേ പെണ്ണുങ്ങൾ പറഞ്ഞു എൻ്റെ ഭർത്താവിനാന്ന് പറഞ്ഞു. ആ ഭർത്താവിന് മാത്രമേ എൻ്റെ ശരീരത്തിൽ അവകാശമുള്ളൂ. ശമ്പളം കൊടുത്തിട്ടപ്പോൾ വേറെ ഒരു, അപ്പോൾ എല്ലാവരും കൈയടിച്ചു ഇത്രേ. അത് കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു എൻ്റെ ശരീരം എനിക്ക് അവകാശമുള്ളതാണ്.
ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഇന്നത്തെ ആൺപിള്ളേരും പെൺപിള്ളേരും നിങ്ങളൊന്ന് നോക്ക്. അവരെന്ത് ചെയ്യണേ? ആണുങ്ങളെ അതുകൊണ്ടാണ് പറ്റിയത്. ആണുങ്ങളെ അടക്കി ഭരിക്കുന്ന പെണ്ണുങ്ങൾ. അവർ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ അമ്മയും അപ്പനും പെരുമാറുന്നതൊക്കെ കണ്ടു വളർന്നവരാണേ. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടേതായിട്ടുള്ള ജീവിതം വേണം എന്നൊക്കെ അവർ ചിന്തിച്ച് എന്നിട്ട് അവരനുഭവിക്കുന്നത് വേറെ കാര്യം. പക്ഷെ ഇത്രയും നാൾ നിങ്ങൾ സഹിച്ചില്ലേ, ക്ഷമിച്ചില്ലേ? നിങ്ങൾ ആ ടീച്ചർ പറഞ്ഞു, ഒരു ഭർത്താവ് പെൻഷൻ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ടീച്ചർ പെൻഷൻ മേടിച്ചുകൊണ്ടെന്ന് വന്ന വഴി ഭർത്താവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൈ നീട്ടി ഇത്ര പെൻഷനും കൊടുത്ത് അങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ അതൊക്കെ എണ്ണി നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതുള്ളോ ഈ മാസം എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അത് മിണ്ടാണ്ട് ഉള്ളിലേക്ക് പോയി ഇത്ര. അപ്പോൾ ഈ മാഷ് ചോദിച്ചു, ടീച്ചർക്ക് മാഷ് ശമ്പളം, രണ്ടാളും ടീച്ചേഴ്സാണ് എന്നിട്ടാണ് പറഞ്ഞു. അപ്പോൾ മാഷ് കൊണ്ടുതരുന്ന പൈസ, മാഷിൻ്റെ ശമ്പളം ടീച്ചർക്ക് കൊടുക്കാറുണ്ടോ എപ്പോഴെങ്കിലും എന്ന് ചോദിച്ചു. മാഷ് ശമ്പളം മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ടീച്ചറുടെ കയ്യിൽ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മാഷിക്ക് നാണില്ലേ ടീച്ചറുടെ പൈസ മേടിക്കാനായിട്ട്? ഇത്രയും കാലം നിങ്ങൾ മേടിച്ച് ഇനി അതിനെന്താ സ്വാതന്ത്ര്യം വെച്ചാണ്? ഒരു പൈസ നിങ്ങൾ ചിലവാക്കണേലും വളരെ ശ്രദ്ധിച്ചാണ് ഒരു ഭാര്യ പൈസ ചിലവാക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അവരെന്നിട്ട് പിച്ചക്കാരുടെ കൈ നീട്ടാനായിട്ട് ചേട്ടാ എനിക്ക് ഇത്ര കാശാണ്, ഇത്ര കാശ് വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് മേടിക്കേണ്ട കാര്യമുണ്ടോ? എത്രമാത്രം മനസ്സിന് വേദന ഉണ്ടാവും. ആ പൈസ ചോദിച്ച് എനിക്ക് 10 രൂപ തായോ 20 രൂപ തായോ, അത് കഴിഞ്ഞിട്ട് നാളെ ചെയ്യുമ്പോൾ പിന്നെ എന്തെങ്കിലും കാര്യത്തിന് നാളെ തന്ന പൈസയില്ല ബാക്കിൻ്റെ നീ അതെന്താ ചെയ്തത് എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാർ. അവൾ ജീവിതകാലം മുഴുവനും പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ പൈസ 10 രൂപയാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ ഇന്നും ഈ ഭർത്താക്കന്മാരുണ്ടാവും. ഇങ്ങനത്തെ ഭർത്താക്കന്മാർ. മരുമക്കൾ നല്ല ഡ്രസ്സ് ഇടണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, അവരെ കണ്ട് പഠിക്കണം. നമ്മൾ നിങ്ങളുടെ മക്കൾ തന്നെയല്ലേ അങ്ങനെ അവർക്ക് ഇതൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് അവർക്ക് ഇഷ്ടം ഞാൻ അവളെ എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങളുടെ കൂടെ പോരുന്നതായിരിക്കില്ല ഇഷ്ടം. നിങ്ങളെപ്പോഴും കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞ് അവർക്കൊന്ന് മനസ്സിന് സമാധാനം ഉണ്ടാവേണ്ട കാര്യങ്ങളുണ്ടാവും. ഒരേ പ്രായമുള്ള ആൾക്കാരോട് പറഞ്ഞ് ഒന്നൊരു മനസ്സ് റിലാക്സ് ആവാനായിട്ട്. ചിലപ്പോൾ പുറത്ത് പോയിട്ട് സന്തോഷം കിട്ടുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ കൂടെ പോയിട്ടാവണമെന്നില്ല എപ്പോഴും. നിങ്ങൾ കൊണ്ടുപോയിക്കോ, അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ്. അല്ല, പലർക്കും നിങ്ങളുടെ കൂടെ പോരാൻ ഇഷ്ടമുണ്ടാവില്ല. പുറത്തുനിന്ന് സ്വാതന്ത്ര്യത്തോടെ നിങ്ങളുടെ ചങ്ങലില്ലാണ്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവരതിനൊക്കെ ഒന്ന് പറഞ്ഞയച്ചത് നിങ്ങളുടെ കുടുംബ സ്വർഗ്ഗമാവും. ചില ആൾക്കാർക്ക്, ചില മനുഷ്യർക്ക് 3 തരത്തിലുള്ള ആൾക്കാരുള്ളത്. ചില ആൾക്കാർക്ക് ഈ അവരെ ടൂറൊക്കെ കൊണ്ടുപോയി അവർക്ക് സന്തോഷമാണ്. അവർ നിങ്ങളുടെ കൂടെ മാത്രമല്ല മറ്റുള്ളവരെയും കൂടെ പോകാനായിട്ട് തെറ്റിലേക്കൊന്നും അവർ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ വിട്ടുമ്പോൾ വിചാരിക്കണ്ടോ അവരവരുടെ കൂടെ പോകുമ്പോൾ ഇവരെ നോക്കും. ആര് നോക്കിയാലും ഒരു പെണ്ണിനെ സംരക്ഷിക്കാനായിട്ടുള്ള നിങ്ങൾ സ്നേഹമുള്ള ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിലാണ് സ്നേഹം കിട്ടാൻ വേണ്ടി അവരോടും കൊഞ്ചാനും കൊഴങ്ങാനൊക്കെ പോവുക. അത് നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ കെട്ടിയിടും തോറും അവൾ സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോകും വേറെ തരത്തിൽ. നിങ്ങളറിയില്ല, മനസ്സുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഇഷ്ടം പോലെ യൂട്യൂബും കാര്യങ്ങളാണ്, വർത്തമാനം പറയാനായിട്ടും സംസാരിക്കാനും ഇഷ്ടം പോലെ വേദികളാണ്. കൈവിട്ട് പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് എന്നോട് ഇഷ്ടമില്ല, അവനെന്നോട്. പെണ്ണുങ്ങൾ അതുപോലെ തന്നെ. ഭർത്താക്കന്മാർ നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് എൻ്റെ ഭർത്താവ് എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുകയും അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ തിരിച്ചും സ്നേഹം കിട്ടണം. നിങ്ങൾ പറയണം, എനിക്ക് ഇന്നതാണ് ഇഷ്ടം തുറന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? പറയണില്ല, പരസ്പരം പറയണില്ല. അതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ. 1-2 കൂടി ഒന്ന് മനസ്സ് തുറന്ന് ഒന്ന് പള്ളിയിൽ പോകുക, അമ്പലത്തിൽ പോകുമ്പോൾ ഒക്കെ 2 കൂടി പോയി ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുശലങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ച ആൾക്കാരായതുകൊണ്ടാണ് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. ഞങ്ങളെല്ലാം സ്കൂളിൽ വിട്ട് വന്നാൽ ഞങ്ങൾ 2 കൂടെ ഒരു തിണ്ണ കെട്ടിട്ടുണ്ട്. ആ തിണ്ണയിലിരുന്ന് വർത്തമാനം പറയും. എന്നിട്ട് വീട്ടിലേക്ക് വരുള്ളൂ. എല്ലാ സ്കൂളിലത്തെ കാര്യവും കോളേജിലത്തെ കാര്യം നാട്ടുവിശേഷമൊക്കെ ഞങ്ങൾ പറയും. അതുകൊണ്ട് മരണം വരെ ആ സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റി. 2 മനസ്സിലാക്കും. ഒരാൾ കുറ്റം പറയില്ലല്ലോ, ഒരാളെ കുറ്റം പറയില്ലല്ലോ. സ്ത്രീകൾ വിചാരിക്കണം എൻ്റെ ഭർത്താവിന് സെക്സ് എന്ന് പറയുന്നത് 45 വയസ്സ് 50 വയസ്സാകുമ്പോഴേക്കും അടച്ചുപൂട്ടി 2 ഇതിൽ കിടക്കേണ്ടതല്ല.
സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയാണ്. നമ്മൾ കുറേ പ്രാർത്ഥിച്ച് ആ പള്ളിയിൽ പോയി ഈ പള്ളിയിൽ പോയി അമ്പലത്തിൽ പോയി മെഡിറ്റേഷൻ ഭജനിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കൂടെ ദാഹിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് എനിക്കുള്ളത്. അങ്ങോരുടെ തൃപ്തിയാണ് ദൈവപ്രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എല്ലാവരും എരിഞ്ഞെരിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ടീച്ചറെ അങ്ങോരിങ്ങനെയാണ്, എന്നെ നോക്കണില്ല, എന്നെ മൈൻഡ് ചെയ്യണില്ല, എന്നെ എവിടെയും കൊണ്ടുപോകില്ല, എനിക്ക് ഭംഗിയില്ല എന്ന് പറയണു. അന്നൊക്കെ നല്ലതിൽ നടന്നതാ, ഇപ്പം എനിക്ക് തടി വെച്ച്. ഈ തടി വെക്കാൻ ഇതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയായിരിക്കും. മനസ്സിന് സന്തോഷമില്ലാണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കമുണ്ടാവില്ല, ശരീരത്തിന് തടി വയ്ക്കും, മനസ്സിന്. പിന്നെ പ്രായമാകുമ്പോൾ എന്നും ഒരുപോലെ ഇരിക്കില്ല മനുഷ്യർ. എല്ലാ മനുഷ്യർക്കും പ്രായത്തിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ അംഗീകരിച്ച് അവരുടെ നന്മ കാണാനും ആ നന്മയെ പ്രകീർത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബം സ്വർഗ്ഗമാവും. ഒരു കഥ പറഞ്ഞ ഇതും പറയാം. അപ്പോൾ അവരുടെ 25ാം വിവാഹ വാർഷികമാണ്. അപ്പോൾ അന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി വെച്ചു. മീൻകറി വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഭർത്താവിനെ എന്നും നല്ല നടുനുറുക്ക് നോക്കി കൊടുക്കും ഭാര്യയ്ക്ക്. എന്നിട്ട് ഇവള് എന്നും തലയും പാലും കഴിക്കും. അപ്പോൾ 25 വർഷം കഴിഞ്ഞപ്പോൾ 25ാം വർഷം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിന് ഈ വാലും തലയും കൊടുത്തു ഭാര്യയ്ക്ക്. ഭാര്യ എന്നിട്ട് നടുനുറുക്ക് തിന്നു. അവൾ മൊത്തം സന്തോഷമൊന്നുമില്ല, എന്നാലും അവൾ അത് തിന്നു. കുറ്റബോധമാണ് അവൾ തിന്നുമ്പോഴും. അത് കഴിഞ്ഞപ്പോൾ അവൾ ഭർത്താവാണെങ്കിൽ ഒരു കൂസലില്ലാണ്ട് നല്ല ഇഷ്ടത്തോടെ തിന്നണം. അത് കഴിഞ്ഞ് കൈ കഴുകാൻ വന്നപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടനോട് ക്ഷമിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഈ നടുനുറുക്ക് തിന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ചേട്ടനത് വെച്ച് തന്നത് കാരണം കൊണ്ട് ഇനി ചേട്ടൻ്റെ ഇഷ്ടം എന്നല്ല എൻ്റെ ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തന്നിട്ട് ഇന്ന് എനിക്ക് ഒരു ദിവസം എനിക്ക് തിന്നെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ തിന്നേന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പാലും തലയും കറേൻ്റെ ആ എല്ലും മുട്ടൊക്കെ ചപ്പി തിന്നുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ ഞാൻ വിചാരിച്ച് നിൻ്റെ ഇഷ്ടം, നിനക്ക് ഈ വാലും തലയും തിന്നെ എന്നെപ്പോലെ തന്നെ ഇഷ്ടം ഉണ്ടാവും, അതുകൊണ്ടാണ് നീ അത് തിന്നണേ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ 25 കൊല്ലം കഴിയേണ്ടി വന്നു ഭാര്യയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന് ഭർത്താവിന് എന്താണെന്ന് ഇഷ്ടം മനസ്സിലായി. നമ്മൾ പരസ്പരം വർത്തമാനം പറഞ്ഞ് അത് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. ഇഷ്ടമുണ്ടെങ്കിൽ ഇതാണ് എനിക്കിഷ്ടം എന്ന് പറയണം. പണ്ടത്തെ കാലം നമ്മൾ ഉള്ളിലിരുന്ന് എല്ലാം പുകഞ്ഞ് നീറി മിണ്ടാണ്ടിരിക്കരുത്. കേൾക്കാനായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം എല്ലാ ദിവസവും. അധികമൊന്നും പറ്റിയില്ലെങ്കിലും അപ്പം തന്നെ നിങ്ങളുടെ കടപ്പറ ഭംഗിയാവും. അപ്പം ദൈവാനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളുടെ മക്കൾ മാതൃക കാണാം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതുപോലെയാണ് സ്നേഹിക്കുന്നത്, ഒരു മോഡലാണ്. ഇന്ന് മക്കൾക്ക് മോഡലില്ല. ഏത് സമയവും നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന അങ്ങൊരു മൊബൈലിനുള്ളിലാണ്. പല പെണ്ണുങ്ങൾക്കും സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അയാൾ മൊബൈലിൽ ഒളിഞ്ഞു നോക്കും, ആരാണ് എന്തിട്ടാ കാണുന്നത്. പെണ്ണുങ്ങൾ ആരോടെ ചാറ്റ് ചെയ്യണം, ചാറ്റ് ചെയ്യാൻ പെണ്ണുങ്ങളോട് അടുത്ത യൂട്യൂബിലെ പെണ്ണുങ്ങളോട് ചാറ്റ്. ഏത് പെണ്ണാണ്, എന്ത് പെണ്ണാണ്, എങ്ങനത്തെ പെണ്ണാണെന്ന് ആർക്കറിയണേ. അവളോട് ചാറ്റ് ചെയ്യും. കാരണം നമ്മുടെ ഭാര്യയായാലും ഭർത്താവായാലും മറ്റുള്ളവരോട് സംസാരം പറയുന്നത് നിങ്ങൾ നോക്കി നോക്കി. നിങ്ങൾ ഇത്രയും കുറ്റം പറയുന്ന ഭാര്യ മറ്റുള്ളവർ വർത്താനം പറയുമ്പോൾ അല്ലേ മാന്യമായിട്ടല്ലേ വർത്താനം പറയുള്ളൂ. അല്ലാണ്ട് ചള്ളു വർത്താനം നിങ്ങളോട് പറഞ്ഞ വർത്താനങ്ങളൊക്കെ അവളോട് പറയുക. അതുപോലെ തന്നെയല്ലേ യൂട്യൂബിലെ പെണ്ണുങ്ങളും അല്ലെങ്കിൽ ഈ ചാറ്റ് നടത്തുന്ന പെണ്ണുങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലേ? അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും ഒരു ജീവിതമേ ഉള്ളൂ. ഇത് നമ്മുടെ വിശദീകരണത്തിന് തന്ന ജീവിതമാണ്. അത് സ്വയം മനസ്സിലാക്കാനായിട്ട് പരസ്പരം തെറ്റുപറ്റി എനിക്ക് സോറി എന്ന് പറയാനുള്ളൊരു മനസ്സ്. ഭാര്യയ്ക്ക് തെറ്റുപറ്റിയാൽ എനിക്ക് തെറ്റുപറ്റി, ഭർത്താവിന് തെറ്റുപറ്റി. നമ്മൾ ഭർത്താവ് വിചാരിക്കണം എനിക്ക് എത്ര തെറ്റുപറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാര്യ വിചാരിക്കും എനിക്ക് എത്ര, അതുപോലെ അവൾക്കും തെറ്റുപറ്റി, ക്ഷമിക്കുക. അവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ കൃപ ഉണ്ടാവുക. എന്നിട്ട് ഇതൊക്കെ ഉരിച്ച് കുറ്റബോധം നമ്മളുടെ പേരിൽ കുറ്റബോധം വന്ന് അത് ഉരുട്ടി അതൊക്കെയാണ് നമ്മുടെ രോഗങ്ങൾ. പെണ്ണുങ്ങൾ മുഴുവൻ ആശുപത്രികളിലാണ്. ഭർത്താക്കന്മാർ അതിനൊക്കെ നിങ്ങൾക്ക് നേരം ആശുപത്രിയിൽ കെട്ടിക്കരിച്ച് കൊണ്ടുപോകാനും ഇരുത്താനും. അപ്പോൾ ശരിക്കും സൈക്കോളജിക്കലായിട്ടാണ് ഇന്നത്തെ രോഗങ്ങൾ. അല്ലാണ്ട് മനസ്സിൻ്റെ രോഗമാണ് കുറേ പെണ്ണുങ്ങൾക്ക് ഇന്നുള്ളത്.
ശരീരത്തിൻ്റെ രോഗമല്ല. അവർ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. അവർക്ക് കിട്ടാത്ത സ്നേഹം, ഭർത്താവിൻ്റെ പരിഗണന, സ്നേഹം കിട്ടാതെ ആകുമ്പോൾ അവരുടെ മനസ്സ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് രോഗം. അപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കെടുത്തില്ലല്ലോ, അങ്ങോർക്ക് വെച്ച് ഒരുക്കി കൊടുക്കണ്ടേ, അങ്ങോർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും അങ്ങോർ എന്നെ കൊണ്ട് ആശുപത്രിയിൽ പോകും. അപ്പോൾ വണ്ടിയിൽ ഇരുന്ന് രണ്ടാളും കൂടി കുറച്ച് നേരം പോകാം. അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ വരിയിലിട്ടും ചിലപ്പോൾ അടുത്ത് ചിലപ്പോൾ ഇരിക്കുള്ളൂ, സീറ്റ് കിട്ടിയിട്ട് ചിലപ്പോൾ ഇരുന്ന് വർത്താനത്തിന് നേരം അങ്ങനെയെങ്കിലും ഒരു സ്നേഹം കിട്ടിയിട്ട് ഇച്ചിരി നേരമെങ്കിലും ഭർത്താവിനെ പരിഗണിക്കണമെന്ന് വിചാരിച്ചിട്ട് അവരെ മൈൻഡ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം രോഗങ്ങൾക്ക്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ദൈവം തന്ന കുറച്ച കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങളേ ഉള്ളൂ, ഭർത്താക്കന്മാരുള്ളൂ ഭാര്യമാർക്കും, ഭാര്യമാരും ഉള്ളു ഭർത്താക്കന്മാർക്കും. മക്കളുടെ സ്നേഹവും മക്കളുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ജോലി കിട്ടി, അവർ തൊഴിൽ കിട്ടി, അവർ കല്യാണം കഴിഞ്ഞാൽ പോയി. ഇനി ഇല്ല, അത് ഇല്ലയെന്ന് തന്നെ വിചാരിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കണം. പണ്ട് ഒരാളല്ലെങ്കിൽ ഒരാൾ നമ്മളെ സ്നേഹിക്കാനുണ്ട്, ചേട്ടനില്ലെങ്കിൽ ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ നാത്തൂനോട് മക്കളോടൊക്കെ. ഇന്ന് ആരുമില്ല, നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഭർത്താവിന്, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഭാര്യയ്ക്കുള്ളത്. ആ ഒരു വിചാരത്തോടെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷപ്രദമായിട്ടൊരു ജീവിതം നയിക്കാൻ പറ്റും. അപ്പോൾ അതിനെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കിട്ടത് നല്ലൊരു ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് സോറി പറയാനും, അതുപോലെ നല്ലത് കണ്ടിട്ട് നല്ലത് പറയാനും. ഭർത്താവിൽ നല്ലത് കണ്ടാൽ ഭാര്യയിൽ നല്ലത് കണ്ടാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ലത് കേൾക്കാനാണ്. ഒരാളും കുറ്റം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ല. കുറ്റമില്ലാത്ത മനുഷ്യരില്ല. അടുക്കളയിൽ ഒരു അരമണിക്കൂർ നേരം നിന്ന് അവൾ തന്നെ കണ്ട കാലം അവൾ തന്നെയാണ് ചെയ്തത്. ഒരമണിക്കൂർ റിട്ടയറായി. അപ്പോൾ ഒരമണിക്കൂർ നിന്ന് ആ ഉള്ളി നന്നാക്കാനും ചെയ്യുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഉള്ളി നന്നാക്കുക, കരിക്കൊന്ന് എരിഞ്ഞു കൊടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ചില നല്ല ഭർത്താക്കന്മാരുണ്ട്, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഭാര്യയോടൊപ്പം ഒന്നും ചെയ്യുന്ന ഭർത്താക്കന്മാരൊക്കെ. പക്ഷേ ചില ആൾക്കാരൊന്നും ചെയ്യണില്ല. അപ്പോൾ ഒരമണിക്കൂർ നേരം രണ്ടാളും കൂടി എണീറ്റ് പള്ളിയിലോ അമ്പലത്തിലോ പോയി വന്ന് രണ്ടാളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ച് ഉച്ചയ്ക്കൊക്കെയുള്ള രണ്ടാളും ഇത് ചെയ്ത്, അപ്പം മനസ്സിന് ഇത്ര ആശ്വാസം, എൻ്റെ ചേട്ടനുണ്ട് എൻ്റെ കൂടെ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ആ ചേട്ടന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് മാനസികമായിട്ട് ഒരുങ്ങിയാൽ മാത്രമേ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. മനസ്സ് ശരിയല്ലെങ്കിൽ ഒരിക്കലും അത് പറ്റില്ല. എന്നിട്ട് അത് കിട്ടാണ്ട് ആ വയാഗ്രയും ഈ ഇതുകളും കഴിച്ച് നമ്മുടെ ശരീരത്തിനും മനസ്സിലും ശരിയായ ഒരു കാര്യം ഉണ്ടാവില്ല. ശവത്തി കുത്തണ പോലെ ചെന്നിട്ട് ചെയ്യാമെന്നല്ലാണ്ട് അതും പലരും ആട്ടി ഓടിക്കും. പിന്നെ ഗതികേട് കൊണ്ട് ചിലർ കിടന്ന് തരുമ്പോഴും ചെയ്യുന്ന പരിപാടി തന്നെ. അപ്പോൾ അതിനൊന്നും ഇടവരാണ്ട് എല്ലാവരും നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.